നല്ല കനത്ത മഴയാണ്. ഈ ആർമി ബെയിലി പാലം ഉണ്ടാക്കുകയാണ്. പക്ഷെ അത് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ ഇതുകൊണ്ട് അതിന്റെ പില്ലറുകളൊക്കെ സ്ഥാപിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടി താമസം എടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ സാധിക്കും. അത് കഴിഞ്ഞാൽ കുറെ കൂടി നന്നായി ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ ആവശ്യമായിട്ടുള്ള ആംബുലൻസുകൾ മറ്റ് ജില്ലകളിൽ നിന്ന്, കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ആംബുലൻസും ഭക്ഷണം, വെള്ളം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം ചോദിച്ചാലും ഞങ്ങൾ തന്നെ കൊടുക്കുക. MLA നമ്മൾ പറയേണ്ട എല്ലാ ക്യാമ്പുകളിലും ഭക്ഷണം, വസ്ത്രം, വെള്ളം മുഴുവൻ സാധനങ്ങൾ കൊടുക്കുക. ആവശ്യമുള്ള ആംബുലൻസുകൾ കൊടുക്കുക. ആവശ്യമുള്ള ഫ്രീസറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര ഫ്രീസർ വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാം. വേറെ കണ്ടെയ്നർ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രീസറായിട്ട്. ഫ്രീസർ മതിയാകാതെ വന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. എന്താവശ്യപ്പെട്ടാലും തീർച്ചയായിട്ടും അത് കൊടുക്കും. എന്തുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു നാഷണൽ കലാമിറ്റിയാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇക്കാര്യത്തിൽ കൂടുതൽ വേണം. അവരെന്തായാലും ആർമിയെല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഇത് ചെയ്യണം. ഇനിയിപ്പോൾ ഇവരുടെ ഒരു റീഹാബിലിറ്റേഷന്റെ പ്രശ്നം വരും. കാരണം ഈ സ്ഥലത്തേക്ക് ഇവർക്ക് തിരിച്ചുപോയി അവിടെ വീടൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ സ്ഥലം കണ്ടെത്തേണ്ടി വരും. ആ ഗ്രാമം മുഴുവൻ പോയി. ഇനി മാത്രമല്ല അവരെ അവിടെ താമസിപ്പിക്കുന്നത് ഒരു കാരണവശാലും സുരക്ഷിതമല്ല. അപ്പം നമുക്ക് അവർക്ക് പുത്തുമലയിലെ കണ്ടെത്തിയ പോലെ, പുത്തുമലയിൽ അത്രയും നമ്പർ ഉണ്ടായില്ല. ഒരു വലിയ നമ്പർ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഭൂമി കണ്ടെത്തി അവിടെ വീട് വെച്ച് കൊടുക്കണം. അതുവരെ അവർക്ക് റെന്റ് കൊടുക്കണം. അത് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എത്ര പേരുണ്ട്, എത്ര നമ്പർ ഉണ്ടെന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് ചേർന്നിരുന്നു. MLA നേതൃത്വത്തിൽ അതിന്റെ കണക്കെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതനുസരിച്ച് നാളെ സർവകക്ഷി യോഗം ചേരുമ്പോൾ അതനുസരിച്ച് ചെയ്യും. അല്ല, ഈ പ്രതികൂലമായ കാലാവസ്ഥയിലെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത്രയല്ലേ പറ്റുന്നുള്ളൂ. അതിനെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും. അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. നമ്മളിപ്പോൾ പാർലമെന്റിൽ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാജ്യസഭയിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ രാജ്യസഭയിൽ നമ്മുടെ മെമ്പറിനോട് നമ്മൾ പറയുന്നുണ്ട്, ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീമതി ജെബി മേത്തനോടും നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ നഷ്ടപരിഹാര തുക കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് രാജ്യസഭയിൽ അടക്കം ചർച്ച രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നേരത്തെ. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മുഖ്യമന്ത്രി അത് അറിയിച്ചിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കും. ഞാനിവിടെ ഉണ്ടാവും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പോകും. ഞങ്ങളുടെ MPമാരും എല്ലാവരും ഇന്നെത്തും. മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെല്ലാം ഷാഫി പറമ്പിലും MK രാഘവൻ ഉൾപ്പെടെയുള്ള MPമാരെല്ലാം അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ സർക്കാരുമായിട്ട് ചേർന്നിട്ടുള്ള എല്ലാ ചെയ്യും. മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിയായിട്ടും നിരന്തരമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്.